ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭ ഛടദവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം ആദിത്യൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ സംഭാവ്യമാകുന്നു എന്ന വിഷയമാണ്. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി. ഇവിടെ മീനം രാശിക്കാർക്ക് ആദിത്യൻ ചാരവശാലിത ഇപ്പോൾ എവിടെ നിൽക്കുന്നു? 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമാണ്. അത് ഉപജയ ഭാവമാകുന്നു, വർധനവുണ്ടാകുന്ന ഭാവമാകുന്നു. അതിനാൽ 3-ൽ ആദിത്യൻ വരുമ്പോൾ മതിവിക്രമവാൻ, തൻ്റെ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുവാൻ വളരെയധികം കഴിവാർക്ക് വരും? മീനം രാശിക്കാർക്ക് വരും. മീനം രാശിക്കാർക്ക് ഇതാ വ്യാഴം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എവിടത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു? 4-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 3-ലായിരുന്നു കഴിഞ്ഞ 1 വർഷം വ്യാഴം. ആ 3-ലുള്ള വ്യാഴം ഇതാ 4-ാം ഭാവത്തിലേക്ക് മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന് ഒരു യോഗത്തെ ചെയ്യുന്നുണ്ട്. എന്താണ് യോഗം? ഉഭയചരി യോഗം. സൂര്യൻ്റെ ഇരുപുറവും 2 ശുഭഗ്രഹങ്ങളാണ്, ബുധനും വ്യാഴവും. അത് ഉഭയചരി യോഗമാണ്. അതിനാൽ ഈ വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മീനം രാശിക്കാർക്ക് നന്മയെ പ്രദാനം ചെയ്യുന്നതാണ്. ആത്മപ്രഭാവം, പൗരുഷം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാവമാകുന്നു പാപഗ്രഹങ്ങൾക്ക് 3, 6, 11 ഭാവങ്ങൾ. അതിനാൽ തൻ്റെ വിക്രമവും ബുദ്ധിയും തനിക്ക് പ്രകടിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. മീനൻ രാശിക്കാർക്ക് സൂര്യൻ 6-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. 6-ാം ഭാവാധിപനാണ്. എന്താണ് 6-ാം ഭാവം? തസ്കര അരാതി വിഘ്നാതിർ വ്യാധയച്ച തനുക്ഷതി മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഷഷ്ഠത. തസ്കരന്മാർ, കള്ളന്മാർ, അരാതി ശത്രു, വിഘ്നങ്ങൾ, തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, ശത്രുവിനാൽ ഉണ്ടാകുന്ന മരണം പോലും ചിന്തിക്കണം 6-ാം ഭാവം കൊണ്ട്. അതിനാൽ 6-ാം ഭാവാധിപനായ സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് പലപ്പോഴും കോട്ടമുണ്ടാക്കുന്നു. തൻ്റെ പ്രഭാവം, പൗരുഷം, വ്യക്തിത്വം തനിക്ക് പ്രകടിപ്പിക്കുവാൻ ഈ സൂര്യൻ സഹായകരനാണ്. 3-ാം ഭാവത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്താണ് 3-ാം ഭാവം? ധൈര്യം, വീരഞ്ജ, ദുർബുദ്ധിർ, സഹോദര പരാക്രമവും, ദക്ഷകർണ സഹായോജ ചിന്തനീയ സ്ഥിതിയത. ധൈര്യത്തിന് വളരെയധികം നന്മകൾ ഉണ്ടാക്കും. 3-ാം ഭാവം ധൈര്യമാകുന്നു. അതിനാൽ തൻ്റെ ധൈര്യം വളരെ കൂടും. പിന്നെ മറ്റൊരു ഭാവം വീര്യമാണ്. അതിനാൽ തൻ്റെ വീര്യം പ്രകടിപ്പിക്കുവാൻ പറ്റും. ആത്മപ്രഭാവമാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, അച്ഛനും തൻ്റെ പൗരുഷമാണ് സൂര്യൻ. അതിനാൽ തൻ്റെ ധൈര്യം, വീര്യം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ കഴിയുന്നു. ദുർബുദ്ധി അതിനും കഴിയും. തൻ്റെ സദ്ബുദ്ധിയല്ല ദുർബുദ്ധിയെ പ്രകടിപ്പിക്കാൻ എങ്ങനെയെങ്കിലും പിടിച്ച് നേടാൻ തനിക്ക് കഴിയും. സഹോദര പരാക്രമവും നടത്താം. സഹോദരങ്ങൾ, ശത്രുപതിയായ ഗ്രഹം, രോഗാധിപനായ ഗ്രഹം 3-ാം ഭാവത്തിൽ വരുമ്പോൾ തനിക്ക് എന്തുണ്ടാകും? സഹോദരങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. തൻ്റെ സഹോദരങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും. തൻ്റെ സഹായികൾക്ക് പരിക്ക് പറ്റും. രോഗാദി അരിഷ്ടതകൾ വരാം. തനിക്ക് ശാരീരികമായി
തൻ്റെ വലത്തെ ചെവിക്ക് അസ്വസ്ഥത വരാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, 3-ാം ഭാവം സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ്. 3-ാം ഭാവാധിപനായ സൂര്യൻ നോക്കുന്നത് 9-ാം ഭാവത്തിലാണ്. അത് തൻ്റെ പിതാവിനും വളരെ ദോഷമാണ്. അതിനാൽ സഹോദരങ്ങൾക്കും പിതാവിനും ഈ ഒരു മാസക്കാലം 3-ൽ നിൽക്കുന്ന സൂര്യൻ നന്മകൾ പ്രദാനം ചെയ്യില്ല. തനിക്ക് തൻ്റെ കഴിവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, അതിനായി ഉത്സാഹിക്കാം. വളരെ നല്ല ഫലമാണ്. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്, തൃതീയെ യഥാ അഹർമണി ജന്മകാലെ പ്രതാപാധികം വിക്രമം ച ആദനോതി. 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ അഹർമണി, പകലിൻ്റെ മണി, പകലിൻ്റെ നാഥനായ സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രതാപാധികം, തനിക്ക് അങ്ങേറ്റം പ്രതാപമുണ്ടാകും. വിക്രമം, പരാക്രമവും തനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നു. തഥാ സോദരേഹി തപ്യതേ, തൻ്റെ സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖം വരും. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. തീർത്ഥചാരി, അദ്ദേഹം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും 3-ൽ സൂര്യൻ നിൽക്കുമ്പോൾ. എന്തുകൊണ്ടാണ് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്? 3-ൽ നിൽക്കുന്ന സൂര്യന് 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. 9-ാം ഭാവം ധർമ്മം, തപസ് മുതലായ ഭാവങ്ങളാണ്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ, ധാർമ്മികമായ തന്നെ ദൈവികമായ ധർമ്മദൈവ സങ്കേതങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കരുത്ത്, മാനസികമായ ശാരീരികമായ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സൂര്യൻ മീനൻ രാശിക്കാരെ സഹായിക്കും. സദാ അരിക്ഷയം, ശത്രുവിനെ നശിപ്പിക്കും. താൻ ശങ്കരെ, യുദ്ധത്തിൽ ശത്രുവിനെ നശിപ്പിക്കും. ശം നരേശാത്, രാജാവ് തനിക്ക് അധികാരം തരും, രാജാവ് തനിക്ക് വസ്ത്രം തരും. അതിനാൽ പദവികൾ ലഭിക്കാൻ ഈ ഒരു മാസം മീനൻ രാശിക്കാർ വളരെയധികം ശ്രമിക്കണം. കഴിഞ്ഞ 1 വർഷം 3-ൽ വ്യാഴം, ജന്മത്തിൽ രാഹു, ഇതിൽ നിന്നും തുലോം വിഭിന്നമായി വ്യാഴം 4-ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചു. രാഹു 12ലേക്ക് വന്നു. ജന്മരാഹുവിനേക്കാളും നല്ലതാണ് 12ലെ രാഹു. തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവസാനം ഗുണമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12ലെ രാഹുവിന് വിരാമേ മനോവാഞ്ചിതാർത്ഥസ്യ സിദ്ധിം, മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാ നടക്കാൻ പോകുന്നു. അതിനാൽ ഈ ഒരു മാസം ഞാൻ പറയും, 15-ന് വ്യാഴം മാറിക്കഴിഞ്ഞു, അതിനപ്പുറം 19-ന് രാഹുവിൻ്റെ മാറ്റം. ഈ ഒരു മാസം കൊണ്ട് തനിക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും, സപ്പോസ് എന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് വലിയൊരു ബിൽഡർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് എത്രയോ കോടിക്കണക്കിന് കാശ് കിട്ടാതെ ബുദ്ധിമുട്ടിക്കഴിയുകയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഈ മാസം മുതൽ നിങ്ങൾക്ക് വളരെ ഗുണമാണ്, ഇതൊക്കെ വളരെ അനുകൂലമായിട്ട് വരും. അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി ആദ്യത്തെ ഹൃദയ മന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾ കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും അതിശോഭനമായ നല്ലൊരു മാസത്തിനായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.